സ്റ്റാർട്ടപ്പുകൾക്കെതിരെ മുഖം തിരിച്ച് പിണറായി സർക്കാർ. കഴിഞ്ഞ ഒരു വർഷം സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് വായ്പയായി നൽകിയത് 22 കോടി രൂപ മാത്രമാണ്. 114 സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് 22 കോടി രൂപ വായ്പയായി അനുവദിച്ചത്. രേഖകൾ ജനം ടിവിക്ക്. വീണ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ശശി തരൂരിന്റെ ലേഖനം പോലും വിവാദമായത് കേരളത്തെ പ്രകീർത്തിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഈ സ്റ്റാർട്ടപ്പ് മേഖലയിലെല്ലാം കേരളം മികവ് പുലർത്തുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പ്രതിപാദിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം വിരുദ്ധമായിട്ടുള്ള കണക്കുകളും രേഖകളും ഒക്കെയാണ് ഇപ്പോൾ ഈ പുറത്തേക്ക് വരുന്നത്. കാരണം സ്റ്റാർട്ടപ്പുകൾക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും കേരള സർക്കാർ നൽകുന്നില്ല എന്നൊരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു വരേണ്ടത്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ ബജറ്റിന്റെ ഒരു ചിത്രം നമുക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾക്ക് അല്ലെങ്കിൽ യുവാക്കൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത്. വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീഷ്, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറെ ചർച്ച ചെയ്തിരുന്നത് ഈ കേരള സർക്കാരിന്റെ സ്റ്റാർട്ടപ്പുകൾ വളരെയധികം മികച്ചതാണ് എന്ന് ശശി തരൂർ ഉൾപ്പെടെ പറയുന്ന ഒരു സാഹചര്യം. അതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ അതിന് പിന്നാലെ വരുന്നു. അപ്പോഴും ചില ആരോപണങ്ങൾ വന്നത് ഇത് യാതൊരു മാനദണ്ഡത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ രേഖകൾ സൂചിപ്പിക്കുന്നത് നേരെ തിരിച്ചാണ് എന്നുള്ള ചില ആരോപണങ്ങൾ വന്നിരുന്നു. അത് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള ചില കണക്കുകൾ അല്ലെങ്കിൽ രേഖകളാണ് ഇപ്പോൾ ജനം ടിവിക്ക് ലഭിച്ചിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിച്ചാണ് ഈ സ്റ്റാർട്ടപ്പ് പദ്ധതികൾക്ക് പണം അനുവദിക്കുന്നു അല്ലെങ്കിൽ വായ്പകൾ അനുവദിക്കുന്നു എന്ന് പല ഘട്ടങ്ങളിലായി പറയുന്നത്. ഈ കൊട്ടിഘോഷണം ഒപ്പം തന്നെ ഈ ഒരു പരസ്യങ്ങളൊക്കെ വെറും വെബ്സൈറ്റുകളിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ലഭിച്ച വിവരാവകാശ പ്രകാരമുള്ള രേഖകൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ആദ്യം പറഞ്ഞിരുന്നത് 62,000 വ്യവസായങ്ങൾ ആരംഭിച്ചതായാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ഇതിൽ 58,000 കോടി രൂപയുടെ നിക്ഷേപം വന്നതായി മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലായി പല പ്രസംഗത്തിലും ഉടനീളം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്ന് ഈ സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് വാതോരാതെ പറയുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ നമ്മൾ വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖകൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് ഇതുവരെ 22 ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലും മൊത്തത്തിൽ നോക്കുമ്പോൾ സ്റ്റാർട്ടപ്പുകൾക്കായി സംസ്ഥാന സർക്കാർ വായ്പ അനുവദിച്ചിരിക്കുന്നത് 22.58 കോടി രൂപ മാത്രമാണ്. ഇത് പരിശോധിക്കുമ്പോഴാണ് സർക്കാരിന്റെ പൊള്ളത്തരം മനസ്സിലാക്കുന്നത്. കാരണം സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാർ കൃത്യമായി ഇടപെടുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം 114 സ്ഥാപനങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ ഇതുവരെയും വായ്പ അനുവദിച്ചിട്ടുള്ളത്. ഈ 114 സ്ഥാപനങ്ങൾക്ക് പൂർണ്ണമായി മൊത്തത്തിൽ നൽകിയിരിക്കുന്നത് 22.58 കോടി രൂപ മാത്രം എന്ന് പറയുമ്പോഴാണ് സംസ്ഥാന സർക്കാർ കൊട്ടിഘോഷിക്കുന്നത് എല്ലാം തന്നെ അത് പൊള്ളയായ തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ്. സർക്കാരിന്റെ വ്യവസായ വകുപ്പിന്റെ ഈ സൈറ്റുകളിലൊക്കെ നമ്മൾ കയറി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 58,000 കോടി രൂപയുടെ വലിയ പ്രോജക്റ്റുകൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നു എന്ന സംബന്ധിച്ചുള്ള പരസ്യങ്ങൾ മാത്രമാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. സ്റ്റാർട്ടപ്പുകളുടെ പ്രവർത്തനത്തിനായി സംസ്ഥാന സർക്കാർ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ ജനം ടിവി പുറത്തുവിടുന്നത്. വിവരാവകാശ പ്രകാരം ലഭിച്ച വിവരങ്ങളിൽ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും കാലഘട്ടത്തിൽ സംസ്ഥാനം സ്റ്റാർട്ടപ്പുകൾക്കായി നൽകിയിരിക്കുന്ന വായ്പ എന്ന് പറയുന്നത് 22.58 കോടി രൂപ മാത്രമാണ്. വെറും 114 സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇതുവരെയും ഇത്തരത്തിൽ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വായ്പ അനുവദിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ കൊട്ടിഘോഷിക്കുന്നതെല്ലാം തന്നെ അത് പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രമാണ്. ആ വാഗ്ദാനങ്ങളിലൂടെ മാത്രമാണ് സംസ്ഥാന സർക്കാർ കടക്കുന്നത് എന്നതാണ് നമുക്ക് ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഈ സ്റ്റാർട്ടപ്പുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു സർക്കാരിനെ പുകഴ്ത്തിക്കൊണ്ട് ശശി തരൂർ MP രംഗത്തെത്തിയത്. അദ്ദേഹം തന്നെ കഴിഞ്ഞ തവണ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത്, ഏറ്റവും അവസാന മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത്തരത്തിലാണ്. താൻ സർക്കാരിന്റെ വെബ്സൈറ്റുകൾ പരിശോധിച്ചപ്പോഴാണ് തനിക്ക് ഈ വിവരങ്ങൾ ലഭിച്ചത്. ആ വെബ്സൈറ്റുകളിലെ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത്തരത്തിൽ സ്റ്റാർട്ടപ്പുകളെ ഉയർത്താനായി സംസ്ഥാന സർക്കാർ പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്ന് മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തന്റെ ലേഖനമെന്ന് ശശി തരൂർ പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി. പക്ഷേ അതിനുശേഷം ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ കോൺഗ്രസിനുള്ളിലും CPM-നുള്ളിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ, സൈബർ ഇടങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഈ വിവരാവകാശ രേഖ പുറത്തു വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വിവരാവകാശ രേഖയിലാണ് പറയുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും കാലഘട്ടത്തിൽ ഇതുവരെ 22.58 കോടി രൂപ മാത്രം 114
സ്റ്റാർട്ടപ്പുകൾക്ക് സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ വായ്പയായി അനുവദിച്ചിട്ടുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വിവരാവകാശ രേഖയായി തന്നെ സർക്കാരിന്റെ ഔദ്യോഗിക രേഖയായി തന്നെ പുറത്തു വരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ദേവിക. ശരി.